പാട്ട് പാടുന്ന ഉസ്താദുമാരോട് നമുക്ക് പറയാം, മടവൂർ ശൈഖിനെ കുറിച്ചാണോ നിങ്ങൾ പാടുന്നത്? ധൈര്യത്തിൽ പാടിക്കോളൂ. ആ പാട്ടിനെ ശറഅ അനുസരിച്ച് സ്ഥിരീകരിക്കാൻ സാവിയത്തു സൂഫിയ ഉണ്ട്. ആരെയും ഭയപ്പെടേണ്ടതില്ല. മശായിഖിനോട് യോജിച്ച നിയമത്തിൽ അവരെ സമ്മതത്തിലാണോ ഒന്നും ഭയപ്പെടേണ്ട. ഈ ചങ്ങായി ഇങ്ങനെ പറഞ്ഞുകാണ്ട് മൂച്ചമ്മ കെട്ടിക്കാണ്ട് ചില ആൾക്കാരൊക്കെ പാട്ടുകാരി ഇപ്പോൾ ഏറ്റെടുക്കണ്ടായോ? ഇപ്പം ധൈര്യം കൊടുത്ത് പിരി കയറ്റി വിട്ടുകാണ്ട് പാട്ട് പാടി ആൾക്കാർ വിടാം. അപ്പം ഇവൻ പിന്നെ സ്ഥിരീകരിക്കാണ്ടായോ? ഇല്ല. ഇവൻ്റെ തടി സലാമത്താക്കി പണ്ട് ഇബ്ലീസ് ചെയ്ത മാതിരി അതേ പരിപാടി. അതൊന്നും കണ്ടോളി. ഇങ്ങനെ മുച്ചിമ്മ കെറ്റും ആൾക്കാരാ. അപ്പോൾ ആൾക്കാർ പാടും. ഇപ്പം അതിന് ന്യായീകരിക്കാൻ ഉണ്ടാവുമല്ലോ. ഏത് പാട്ട് പാടിയാലും ആർക്ക് പള്ളി ഉണ്ടായാലും ഏറ്റെടുക്കാൻ വേണ്ടല്ലോ. അത് ഏറ്റെടുക്കും. അത് നമ്മൾ തന്നെയാണ് പറഞ്ഞാണ്ട് ആ പരിപാടിയല്ലോ. അങ്ങനെ പാടിയ ഒരാളെ പറ്റി ഈ കാട്ടുകള്ളം പറഞ്ഞിട്ട് വിളി. ആരോ ഒരാൾ ആ പാട്ട് പുറത്തിറക്കിയ ആളുടെ അഡ്രസ്സിൽ തന്നെ വിളിച്ചു നോക്കിയിട്ട് അയാൾ പറയുന്നു ഞാനല്ല. അങ്ങനെയുള്ള ഏതോ ഒരു പാട്ട് ആരോ ഇറക്കിയത് അതാണോ ഞങ്ങളുടെ മേലിൽ വെച്ച് കെട്ടാമെന്ന് കരുതിയത്? നിങ്ങൾ കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. അത് ഞങ്ങളോട് മഹാനായ ഇമാം ബൂസൂരി പഠിപ്പിച്ചിട്ടുണ്ട്. നസ്വാറാക്കൾ അവരുടെ ആ ദൈവത്തെക്കുറിച്ച്, ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. അതിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പോലും ഞങ്ങൾ പറയില്ല. അതൊന്നും വെച്ച് ഈ സത്യത്തെ മൂടി കളയാമെന്ന് ആരും ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല. വലിയ ധൈര്യം കൊണ്ട് പാടിപ്പിച്ചേരി പാടി എന്താക്കി സീമലായി പടച്ചോടാന്ന് പാടി. അപ്പം ശറഅ അനുസരിച്ച് സ്ഥിരീകരിക്കുന്നു പറഞ്ഞ ആള് പിന്നെ തടി സലാമത്താക്കി. ഓനെ പിന്നെ കണ്ടില്ല. എങ്ങനെയാണ് സ്ഥിരീകരിക്കല്? തള്ളി ഞങ്ങളറിയില്ല, ഏതൊരാളെന്നല്ല ആ ചങ്ങായിയോടെ എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? എന്നിപ്പോൾ അറിയാത്ത മാതിരി ഏതൊരാളാണ് ഓനെ വിളിച്ചിട്ട് ഓനല്ലാന്ന് പറഞ്ഞു. പിന്നെ ചങ്ങായി എത്ര പാട്ടടി ന്യായീകരിച്ചു ഇല്ലേ? ഇതുപോലെ തള്ളി. അപ്പം ചില ചങ്ങായി ആദ്യം പറഞ്ഞു നിങ്ങൾ പാടിക്കോളി, ഞാൻ ഏറ്റെടുത്തോണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ധൈര്യത്തുമല്ല അവർ പാടിയതേ. പാടിയപ്പോൾ ഓനും തള്ളി പാട്ടും തള്ളി. അന്നൊക്കെ വിസയിച്ച് എൻ്റെ വയറ്റിലൊക്കെ കൂടിയാണ്ട് ലാസ്റ്റ് നരകത്ത് കൊണ്ട് ചാടിച്ചു വെച്ച്. എന്നിട്ട് എന്താ കുപ്പിച്ചാൻ്റെ തടി സലാമത്താക്കും. എല്ലാവരും ചിന്തിച്ചോളി, ഇവൻ്റെ പിന്നിലൊക്കെ പോയാൽ നേരെ നരകത്തിൽ കണ്ട് കൊണ്ടുവരും. മനസ്സിലായോ? ഒരു സംശയമില്ല. ഈ കുഞ്ഞാമീൻ്റെയും കാട്ടുകള്ളം സമതിൻ്റെയും ഈ കാട്ടുകള്ളം നൗഷാദിൻ്റെയും ഒക്കെ കൂടെയാണ് പോകുന്നെങ്കിൽ അത് നേരെ നരകത്തിൽ കയറും. ആചാരി വർത്താനല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? എന്ത് ദീനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. പച്ച കളവുകൾ, അട്ടിമറി, തട്ടിപ്പ്, വെട്ടിപ്പ്, കൂട്ടിമാട്ടല്, കബളിപ്പിക്കല്, ചതി, വഞ്ചന, എന്തല്ലാത്ത ഫുള്ള് അതല്ലടോ. നിങ്ങളെ പരിപാടി എടുത്ത് നോക്കിയാൽ സത്യസന്ധമായി എന്തെങ്കിലും ഉണ്ടോ? ഒരാളുകളെ ഈമാൻ വർദ്ധിക്കണ എന്തെങ്കിലും ഒരു വാചകം ഈ 3 മൈന്ദാള പ്രസംഗത്തിലുണ്ടോ? ഇല്ല. ആളുകളെ ഫിത്തിനും ഫസാദും കളവും ചതിയും പറഞ്ഞിക്കാണ്ട് ആൾക്കാരെ നരകത്തിൽ കൊണ്ടുപോവുക. അതാ പരിപാടി.